മാനസാന്തരത്തിന്റെ പടവുകൾ. ലഹരി നിങ്ങളെ തകർക്കത്തേയുള്ളൂ. എനിക്ക് ലഹരി തന്ന സമ്മാനം 22 കേസുകളാണ്. എനിക്ക് ലഹരി തന്ന സമ്മാനം എൻ്റെ ബന്ധുക്കളിൽ നിന്ന് അകറ്റിയതാണ്. എനിക്ക് ലഹരി തന്ന സമ്മാനം ലോകം എന്നെ വെറുത്തതാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായി. ജീവിതത്തിൽ അനവധി വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചു. ഏകദേശം 22 കേസിലെ പ്രതിയായി. പാപപങ്കിലമായ ജീവിതപാതകളിൽ നിന്നും തിരിച്ചറിവുകളുടെ പൂർണ്ണതയിൽ മാനസാന്തരത്തിന്റെ പടവുകൾ കടന്ന് ദൈവിക വഴികളിൽ സഞ്ചരിക്കുന്നവരുടെ ആത്മഭാഷണങ്ങൾ. മാനസാന്തരത്തിന്റെ പടവുകൾ. ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി. ശോഭിത നീതി വസ്ത്രം. പരീക്ഷണങ്ങളുടെ വേലിക്കെട്ടുകൾ തകർത്ത് മാനസാന്തരത്തിന്റെ പടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതു സൃഷ്ടികളായവരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ. ഇന്നത്തെ അധ്യായം പരിചയപ്പെടുത്തുന്നത് കൊല്ലം ജില്ലയിൽ അലയമൺ സ്വദേശി സുവിശേഷകൻ സാബു അഞ്ചലിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ആശ്വാസത്തിൻ പൂർണ്ണത. കൗമാര യൗവനങ്ങളിൽ നിരവധിയായ ലഹരികൾക്ക് അടിമപ്പെട്ട് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് നിരവധി പ്രാവശ്യം ജയിൽവാസം അനുഭവിക്കപ്പെട്ട് കുറ്റവാളിയെന്ന് മുദ്ര കുത്തപ്പെട്ട് കുടുംബത്തിനും സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കും ഭീതി കാരണമായി മാത്രം ജീവിതം നയിച്ച സാബുവിന്റെ ജീവിതത്തിൽ വന്ന മാനസാന്തരത്തിന്റെ പാതകളാണ് പരിചയപ്പെടുത്തുന്നത്. ബാല്യ കൗമാര യൗവനാരംഭങ്ങളിൽ തന്നെ പുനലൂർ നഗരപ്രദേശങ്ങളിൽ എത്തപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമയായി മാറി. ഇരുപത്തിരണ്ടോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായി നിരവധി പ്രാവശ്യം ജയിൽവാസങ്ങൾ അനുഭവിച്ചു. നാടും നാട്ടുകാരും വെറുത്ത് കുറ്റകൃത്യങ്ങളിലും മദ്യപാന സദസ്സുകളിലും സ്ഥിരാംഗമായി മാറി. കുടുംബവും ബന്ധുക്കളും ഒഴിവാക്കി. പുനലൂർ നഗരത്തിൽ ഏറ്റവും പാപപങ്കിലമായ ജീവിതം നയിച്ചു വന്ന സാബുവിന്റെ ജീവിതം ഇന്ന് പുനലൂരും സമീപ പ്രദേശങ്ങളും കടന്ന് കേരളത്തിന്റെ 14 ജില്ലകളിലേക്കും കടന്നു ചെല്ലുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷവുമായി. സഞ്ചാര സുവിശേഷകനായി സഞ്ചരിച്ച് യേശുക്രിസ്തു തനിക്ക് നൽകിയ വിടുതലിന്റെ സാക്ഷ്യം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയാണ് സാബു അഞ്ചൽ. എന്നെ അറിയപ്പെടുന്നത് സാബു അഞ്ചൽ എന്നാണ്. ഞാൻ ഒരു ഹിന്ദു പശ്ചാത്തലത്തിൽ ജനിച്ചു വളരുകയും അമ്മ അപ്പൻ സഹോദരിമാർ 2 പേരോടൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിച്ചു വന്ന ഒരു കാലഘട്ടമായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ നിന്ന് ഭയങ്കരമായ ഒരു കെയറിങ്ങും ഒരു വലിയ വാത്സല്യവും എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വഴിതെറ്റിപ്പോകുവാനുള്ളതാകുന്ന വലിയ ഒരു അവസരമാണ് ലഭിച്ചത്. എൻ്റെ വീട് കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അഞ്ചൽ അലയമൺ പഞ്ചായത്തിൽ കുഴിയംതടം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഈ കുഴിയംതടത്തിൻ്റെ ഒരു സൈഡിലൂടെയാണ് നമ്മുടെ ഇത്തിക്കര ആറ് ഒഴുകുന്നത്. ആ ഇത്തിക്കര ആറിൽ മണൽ വാരുന്ന തൊഴിലാളികളും വള്ളക്കാരും എന്ന് വേണ്ട ഒരുപാട് തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ മണൽ വാരാൻ വരുന്ന തൊഴിലാളികളും അതുപോലെ തന്നെ വള്ളം പണിക്ക് വരുന്ന ആൾക്കാരും ഒക്കെ ആയിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ. അപ്പോൾ അവരോടൊപ്പമായി എൻ്റെ ഈ സഹവാസമായതുകൊണ്ട് കൊച്ചു കൊച്ചു തരത്തിലുള്ള ലഹരി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. തൊട്ടടുത്തുള്ള ഷാപ്പിൽ അവർക്ക് മദ്യം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനും അവർക്ക് സിഗരറ്റ് വാങ്ങിക്കൊടുക്കാനും അങ്ങനെ അവരോട് കൂട്ടുകൂടി നിൽക്കുകയും അങ്ങനെ അവർക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം എന്നതോണം ചെറിയ ചെറിയ രീതിയിൽ എല്ലാം എന്നെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം അവരും അവസരം നൽകി. അങ്ങനെ അത് ഉപയോഗിച്ച് ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ മദ്യപിക്കുന്ന
ഒരു മദ്യപാനിയായിട്ട് മാറി. അങ്ങനെ കാലങ്ങളിങ്ങനെ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ജീവിതത്തിൽ ഒരു അപ്പനും അമ്മയ്ക്കും ക്ഷമിക്കുവാൻ പറ്റുന്നതിലും അപ്പുറമായ കുറ്റകൃത്യങ്ങളിലേക്കും ലോകപരമായ ജീവിതത്തിലേക്കും പോയി. ഒടുവിൽ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറി. അതുകൊണ്ട് തന്നെ 18-ാമത്തെ വയസ്സിലെത്തിയപ്പോൾ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ അപ്പനും അമ്മയും ഒരു പരാതി കൊടുത്തിട്ട് പറഞ്ഞു, ഈ വ്യക്തി ഞങ്ങളുടെ മകനായി ജനിച്ചുപോയി, എങ്കിലും ഞങ്ങൾക്കിവനെ മകനായി അംഗീകരിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇവനെ ഞങ്ങളുടെ വീട്ടിൽ ഇനി വരുവാൻ, ഇനി ഞങ്ങളെ ഉപദ്രവിക്കുവാൻ, ഞങ്ങളുടെ മുതലൊക്കെ നാശനഷ്ടപ്പെടുത്തുവാൻ ഇനി ഇവനെ അനുവദിക്കരുത്. അതുകൊണ്ട് ഇവിടുന്ന് ഒരു തീർപ്പ് കൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ ഒരു പരാതി കൊടുത്തു. അതായത് മോനെന്ന് ഞാൻ ആ അപ്പൻ്റെ അമ്മയുടെ അടുക്കലോ ഭവനത്തിലോ ഇനി ചെല്ലരുത്, അത്രയ്ക്ക് മോശമായ തരത്തിൽ, വികൃതമായ തരത്തിൽ യാതൊരു വിധമാകുന്ന മാനുഷിക പരിഗണനയും അപ്പനെന്നോ അമ്മയെന്നോ സഹോദരങ്ങളോ കൊടുക്കാതെ അവരെ മൃഗീയമായി ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയപ്പോൾ അപ്പനും അമ്മയും പരാതി കൊടുത്തു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായി. ജീവിതത്തിൽ അനവധി വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചു. ഏകദേശം 22 കേസിലെ പ്രതിയായി അഞ്ചലിലും പുനലൂർ പട്ടണത്തിലുമായിട്ട് ജീവിക്കാൻ തക്കവണ്ണമിടയായി. പുനലൂർ പട്ടണത്തിലെ ജീവിതം എന്ന് പറയുന്നത് പഠനമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ തൊഴിലാളി എന്ന് പറയുമ്പോൾ ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. CIT എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സമോന്നതനായ പ്രവർത്തകനായിരുന്നു. അതിൻ്റെ ഭാരവാഹിത്വമുണ്ടായിരുന്നു. കൺവീനർ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പാർട്ടിപരമായ പ്രവർത്തനങ്ങളുടെ ബന്ധവും പഠനത്തിൻ്റെ ബന്ധവും പിന്നെ മറ്റു സുഹൃത്ത് ബന്ധത്തോടു കൂടി ഞാൻ പുനലൂർ പട്ടണത്തിലെത്തുകയും അവിടുത്തെ ഒരു ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളിയായി മാറി. അങ്ങനെ ജീവിതത്തിൽ മുമ്പുണ്ടായിരുന്നതിലും വലിയ പ്രതികൂലങ്ങൾ, കേസുകളും വഴക്കുകളുമായിട്ട് മുമ്പോട്ട് പോകാൻ തക്കവണ്ണമിടയായി. കുറ്റകൃത്യങ്ങളും ജയിൽവാസവും വിവിധതരം ലഹരികളും തൻ്റെ ജീവിതം താറുമാറാക്കിയ ജീവിതാവസ്ഥകൾ ഇന്ന് സമകാലിക ജീവിതാവസ്ഥകളിൽ ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുന്ന ജീവിതങ്ങളോട് നിരന്തരം സാബു പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഒരു തരത്തിലും മുന്നേറുവാൻ കഴിയാത്ത തരത്തിൽ ഒരു ഭവനങ്ങളിൽ പോകാൻ കഴിയത്തില്ല, ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, ബന്ധുക്കളുടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് മോശമായ തരത്തിലായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ശൈലി. എൻ്റെ അന്തിയുറക്കം എന്ന് പറയുന്നത് പുനലൂർ ഗവൺമെൻറ് ആശുപത്രിയുടെ തിണ്ണയിലും KSRTC ബസ്സുകളിലും കടത്തിണ്ണകളിലും പോരാഞ്ഞിട്ട് പുനലൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള സാമുദായിക ചർച്ചുകളിലെ ശവക്കോട്ടയിലായിരുന്നു എൻ്റെ ഉറക്കം. ശവക്കോട്ടയിലുള്ള ടൈൽസ് തുടച്ച് വൃത്തിയാക്കി അവിടെ കിടന്നുറങ്ങുക. ഇവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് യാതൊരുവിധ ബോധവുമില്ല. കഞ്ചാവിനും അഡിക്റ്റായി, മദ്യത്തിനും അഡിക്റ്റായിട്ട് ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ ലഹരി ഉപയോഗിക്കാമോ ആ തരത്തിലെല്ലാം ലഹരി ഉപയോഗിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കഞ്ചാവ് വലിക്കുവാൻ അല്ലെങ്കിൽ മദ്യപിക്കുവാൻ പണമില്ലാതെയാകുമ്പോൾ കറുത്ത പല്ലിയെ പിടിച്ചിട്ട് ആ പല്ലിയുടെ വാലിനെ കരിച്ച് അതിനെ ബീഡിയിൽ മിക്സ് ചെയ്ത് കഞ്ചാവിന് പകരം വലിച്ചിട്ട് അബോധ അവസ്ഥയിലേക്ക് എത്തി കല്ലറകളിൽ ഉറങ്ങുന്ന ഒരു അനുഭവം. എന്ന് വേണ്ട ജീവിതത്തിൽ ഒരു മനുഷ്യനെന്ന് അവകാശം പറയുവാൻ തക്കവണ്ണം യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ലാതെ പുനലൂർ പട്ടണത്തിൽ ഭ്രാന്തനെ പോലെ, അതല്ലെങ്കിൽ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ മുമ്പിലെത്തുന്ന ഒരു ലഗ്യോനെ പോലെ, അതായത് യേശുക്രിസ്തുവിൻ്റെ മുമ്പിലെത്തിയ ലഗ്യോനിന്മേൽ ഭരിച്ചിരുന്നത് 2000 പന്നിയിൽ കയറുവാൻ ശക്തിയുള്ള ഒരു ആത്മാവായിരുന്നു. 2000 പന്നിയിൽ കയറുവാൻ മാത്രമല്ല 2000 പന്നിയെയും ഒരുമിച്ച് ഒരുപോലെ കൊന്നുകളയുവാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ ശക്തിയുള്ള ഒരു ആത്മാവായിരുന്നു ലഗ്യോന്മേൽ വസിച്ചിരുന്നത്. അതുപോലെ തന്നെ യാതൊരുവിധ ഭയവുമില്ല, യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ല. എപ്പോഴും ലഹരിയിൽ സഞ്ചരിക്കുക, ആൾക്കാരുമായി വഴക്കുണ്ടാക്കുക, അടിയുണ്ടാക്കുക, കേസുണ്ടാക്കുക, പോലീസ് സ്റ്റേഷനുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുക, ജയിലുകളിൽ കയറി ഇറങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമായിരുന്നു എൻ്റെ ജീവിതം. ഞാനേതോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ചിന്തയിൽ എൻ്റെ യാത്ര ഇങ്ങോട്ട് മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ഈ യാത്രകളെല്ലാം എൻ്റെ ജീവിതത്തിലെ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു, വിവാഹത്തിൻ്റെ പ്രായമെത്തി. വിവാഹത്തിനു വേണ്ടി പല ബ്രോക്കർമാരെയും കണ്ടു.
എന്നാൽ എന്നെപ്പോലെ ഒരു മൃഗതുല്യനായ മനുഷ്യന് ഏതെങ്കിലും ഒരു പെൺവീട്ടുകാർ വിവാഹം ചെയ്ത് അയക്കുമോ? അങ്ങനെ ഒന്നും അയക്കുവാൻ ആരും സന്നദ്ധരാവത്തില്ല. എന്നാൽ ജീവിതത്തിലൊരു വിവാഹം കഴിക്കണമെന്നുള്ള താല്പര്യമുണ്ടാകുകയും അങ്ങനെ ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പുനലൂർ അലിമുക്ക് എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു സാധുവായ കുടുംബത്തിലെ അനിത എന്ന് പറയുന്നൊരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ഈ പെൺകുട്ടിയുടെ മുമ്പിൽ ഒരു ആട്ടിൻ തോലണിഞ്ഞ ചെന്നായെ പോലെ അഭിനയിക്കുകയായിരുന്നു. കാരണം ഞാൻ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു, ഞാൻ മദ്യപിക്കില്ല, ഞാൻ പുകവലിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുട്ടിക്കാലം മുതൽ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തായതാണ്. അപ്പൻ്റെ അമ്മയുടെ മേലിൽ എൻ്റെ കുറ്റങ്ങളെല്ലാം ചുമത്തി, സഹോദരങ്ങളുടെ മേളിലെല്ലാം എൻ്റെ കുറ്റങ്ങൾ ചുമത്തി. അവരെല്ലാം മോശക്കാരായിരുന്നു. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതാണ്, കുടുംബത്തിന് വേണ്ടി ഞാൻ നിലനിന്നു. ഒടുവിൽ അവരെല്ലാവരും എന്നെ അടിച്ചു പുറത്താക്കിയെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ഹൃദയത്തിലേക്ക് കയറി. ഈ പെൺകുട്ടി ഇങ്ങനൊരു പാവം മനുഷ്യൻ്റെ കൂടെ എനിക്കും ഒരു ജീവിതം ലഭിക്കുമെന്ന ലാഘവത്തോടെയാണ് എൻ്റെ കൂടെ ജീവിക്കാൻ തക്കവണ്ണം പുറപ്പെട്ടു വന്നത്. ഈ പെൺകുട്ടിയുടെ അവസ്ഥ പറയുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പൻ മരിച്ചുപോയി, സഹോദരങ്ങൾ 2 പേർ വിവാഹം കഴിച്ചു പോയി, അമ്മ വീട്ടുജോലിയുമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പോൾ വീട്ടിൽ ഒറ്റപ്പെട്ട് വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ച് പട്ടിണിയും പരിഭവങ്ങളൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ എന്നെപ്പോലൊരു വ്യക്തി, ഇതേപോലെ സ്വന്തം കുടുംബത്തെ പരിപാലിച്ച ഒരു മനുഷ്യൻ, അവസാനം വീട്ടുകാരാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്നെയും ഒരു പക്ഷേ അതിഭദ്രമായിട്ട് സൂക്ഷിക്കും അല്ലെങ്കിൽ എന്നെ നോക്കുമെന്നുള്ള ഒരു ചിന്തയോടുകൂടി എന്നോടൊപ്പം ജീവിക്കാൻ തക്കവണ്ണം ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ജീവിതം അങ്ങോട്ട് ആരംഭിച്ചപ്പോഴാണ് ആ പെൺകുട്ടിക്കൊരു കാര്യം മനസ്സിലായത്, ഇത് ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ച അനുഭവമാണ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പട്ടിണിയും പരിഭവങ്ങളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ കൂടെ ജീവിതം ആരംഭിച്ചപ്പോൾ അന്ന് രാത്രി മുതൽ തന്നെ മർദ്ദനം തുടങ്ങി, പീഡനം തുടങ്ങി, സംശയം തുടങ്ങി എന്ന് വേണ്ട ഒരു ഭർത്താവെന്ന നിലയിൽ എന്നെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിലും അപ്പുറമായ ഒരു ലോകപരമായ ഒരു ജീവിതം. ടൗണിൽ ഒരു പ്രായമുള്ള അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ആണ് വസിക്കുന്നത്. അവർ എന്നെ ഭയന്നിട്ട് അവിടെ കിടക്കുവാൻ അവസരം തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ജീവിതത്തിനെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വമില്ല. നല്ലൊരു വീട് വാടകയ്ക്കെടുത്ത് ജീവിക്കണമെന്നോ, അതിന് വാടക കൊടുക്കണമെന്നോ, സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കണമെന്നോ ഒന്നും എന്നെക്കൊണ്ട് പറ്റുന്ന എനിക്ക് അറിയില്ല. കാരണം എൻ്റെ സുബോധം എന്ന് പറയുന്നത് ഉറക്കം ഉണർന്നു വരുന്ന ഏകദേശം മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകളായിരിക്കും. ആ ഉറക്കം ഉണർന്നു വരുന്ന ഏകദേശം മിനിറ്റിനുള്ളിൽ എനിക്ക് സ്വബോധം കിട്ടും. അത് കഴിഞ്ഞാൽ ആ ഒരു അല്പം മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെയും ഞാൻ ലഹരിക്ക് അടിമയാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വമില്ല. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സമയങ്ങളിലും ഞങ്ങളിങ്ങനെ എൻ്റെ ഭാര്യ ഈ സുബോധം ലഭിക്കുന്ന സമയത്ത്, പ്രഭാത സമയത്തിലൊക്കെ സുബോധം ലഭിക്കുന്ന സമയത്ത് അവളെന്നോട് ഇങ്ങനെ പറയും, നമുക്ക് ഇനിയെങ്കിലും മാന്യമായി ജീവിക്കണം, ഇങ്ങനെയൊന്നും ജീവിച്ചാൽ നമുക്ക് പറ്റില്ല എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയും. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പറയും, നമുക്കൊരു തലമുറ ജനിക്കട്ടെ, ആ തലമുറ ജനിക്കുമ്പോൾ നമുക്ക് ഞാൻ എൻ്റെ സ്വഭാവത്തിൻ്റെ ശൈലിക്ക് മാറ്റം വരുത്താം, ഞാൻ മാന്യമായിട്ട് ജീവിക്കാമെന്ന് പറയും. എന്നാൽ ഓരോ പ്രാവശ്യവും തലമുറ ജനിക്കും, എന്നാൽ 1-2 മാസം കഴിയുമ്പോൾ ഇത് അബോർഷനായി പോകുന്ന ചില അനുഭവങ്ങൾ. ഒരു കാലം പുനലൂർ ഗവൺമെൻറ് ആശുപത്രിയുടെ വരാന്തയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു വിഴുപ്പ് ഭാണ്ഡം പോലെ ജീവിതം നിശ്ചലമായ അവസ്ഥയിൽ ഒരു നേരത്തെ ഭക്ഷണം യാചിച്ച കരങ്ങളിലേക്ക് ഭക്ഷണവും ഹൃദയത്തിലേക്ക് ദൈവവചനത്തിലൂടെയുള്ള വിടുതലിൻ്റെ രക്ഷാ സന്ദേശവും പകർന്നു നൽകിയ സഞ്ചാര സുവിശേഷകൻ ആർച്ചാൽ എസ് രാജപ്പൻ ഉപദേശിയുടെ ആത്മീയ ശിക്ഷണത്താൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പുതുജീവിതം സ്വന്തമാക്കിയതാണ് സാബു അഞ്ചൽ. എങ്കിലും എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിലൊരു ആഗ്രഹമുള്ളത്, ഏതൊരു കൊലപാതകിയാണെങ്കിലും ശരി, ഒരു തീവ്രവാദിയാണെങ്കിൽ പോലും അവൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം അവൻ്റെ ചോരയിൽ പിറന്ന ഒരു കുഞ്ഞിനെ കാണുക എന്നുള്ളതാണ്. ഞാനും ഈ സ്വബോധം വരുന്ന സമയത്ത് അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഈ കുഞ്ഞിനെ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ 4 തലമുറകളും അബോർഷനായി പോവുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും തീരുമാനമെടുക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ പ്രയാസമുണ്ടാകുന്നത് ഈ പ്രഭാത സമയത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 5ാമതും എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആവുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ പുറത്ത് കണ്ട പാസ്റ്റർ അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ആർച്ചൽ രാജപ്പൻ എന്നാണ് പേര്. അദ്ദേഹം ആശാരി ഉപദേശി എന്ന് പറയുന്ന
ഒരു പാസ്റ്ററുടെ ശിഷ്യനായിരുന്നു. ആശാരി ഉപദേശിയെ മർദ്ദിക്കുവാൻ തക്കവണ്ണം വടിവാളുമായി അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു വേദിയിൽ പോയി കാത്തിരിക്കുമ്പോൾ ആശാരി ഉപദേശിയിലൂടെ തന്നെ ഈ രാജപ്പൻ എന്ന വ്യക്തിയുടെ പേര് വെളിപ്പാടിലൂടെ വെളിപ്പെട്ട്, രാജപ്പ, നിൻ്റെ വടിവാളുകൾക്കൊന്നും എന്നെ കൊല്ലുവാൻ കഴിയത്തില്ല എന്ന വെളിപ്പാട് വിളിച്ചു പറയുകയും അന്ന് ഈ രാജപ്പൻ ഉപദേശി ആ ആശാരി ഉപദേശിയുടെ അടുക്കൽ ചെല്ലുകയും ആ ആയുധം അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വെച്ചിട്ട് അന്നു മുതൽ ആരംഭിച്ച സുവിശേഷ വേലയാണ്. അപ്പോൾ ഈ മനുഷ്യനാണ് അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്, ദൈവത്തെ മറന്നുപോകുന്നവരെ ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകുകയില്ല. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചെങ്കിലും ഈ ദൈവത്തെ മറന്നുപോലെ കീറിക്കളയുക എന്നുള്ള ആ ഒരു പദം എന്നെ ആകർഷിച്ചു. സ്വാഭാവികമായും ദേഷ്യമുണ്ടായി. കാരണം സുവിശേഷത്തെ ഇതുപോലെ വെറുത്തിരുന്ന ഒരാൾ വേറെയില്ല. സുവിശേഷകരെ ഇതുപോലെ ആക്ഷേപം പറഞ്ഞ് അവരെ എപ്പോൾ നമ്മുടെ പക്കൽ ലഭിച്ചാലും അവരെ ആക്ഷേപം പറയാനോ ഉപദ്രവിക്കുവാനോ യാതൊരു മടിയും കാണിക്കാതിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ ഇതിൽ തൂങ്ങിക്കൊണ്ട് ആ മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് തോന്നിയ പോലെ ഇവിടെ നിന്ന് പ്രസംഗിക്കേണ്ട സ്ഥലമല്ല, ഇത് ഞങ്ങളുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്, ഞങ്ങൾ വണ്ടി ഓടിക്കുന്ന സ്ഥലമാണ്, ഇവിടെ മതപരിവർത്തനം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിരട്ടി. എന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യയുമായി ഞങ്ങൾ പാർക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഞാൻ ആ സമയത്ത് രാത്രി കാലങ്ങളിലാണ് പുനലൂർ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ രാത്രിയിൽ വാഹനം ഓടിക്കാൻ തക്കവണ്ണം, നൈറ്റ് ഓടുവാൻ തക്കവണ്ണം വീണ്ടും ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ വാതിക്കലെത്തുമ്പോൾ ഈ മനുഷ്യൻ അവിടെ തന്നെ നിൽക്കുകയാണ്, പ്രസംഗം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ദേഷ്യമുണ്ടായിട്ട് ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളുമായി തൊട്ടടുത്തുള്ള ബാറിലേക്ക് കടന്നുപോയി. 3 പേരും മദ്യപിച്ചിട്ട് നല്ല അബോധാവസ്ഥയിൽ ഇറങ്ങി വന്നു. ഈ മനുഷ്യനെ മർദ്ദിപ്പാൻ തുടങ്ങി. ഈ മനുഷ്യൻ്റെ കയ്യിലുള്ള വേദപുസ്തകം വലിച്ചു കീറി, അദ്ദേഹത്തിൻ്റെ വസ്ത്രം വലിച്ചു കീറി, അദ്ദേഹത്തെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അങ്ങനെയെല്ലാം ഉപദ്രവിച്ചിട്ട് ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്ത ലാഘവത്തോടെ ഞങ്ങൾ കടന്നുപോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ ഒരു സ്ഥിതിയിലേക്ക് മാറി. അവിടെ കാണുമ്പോൾ ഞാൻ കാണുന്നത് വളരെ ക്ഷീണിതയായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല, നല്ല ക്ഷീണിതയാണ്. അപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, പെട്ടെന്നൊരു സ്കാനിങ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്യാനുള്ളതാകുന്ന സാമ്പത്തികം കളക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചല്ലോ, ജീവിതവുമായിട്ട് യാതൊരു ഉത്തരവാദിത്വമില്ല. 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 10 രൂപ എങ്ങനെയെങ്കിലും ആരിൽ നിന്ന് അപഹരിച്ചെടുത്തോ ഭിക്ഷയെടുത്തോ എന്ന് വേണ്ട ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കിയിട്ട് ആ 10 രൂപയും കൂടെ ചേർത്ത് മദ്യം ഉപയോഗിക്കാനോ അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കാനോ ഒക്കെ നോക്കി നടക്കുന്ന സമയമാണ്. അപ്പം യാതൊരു വിധമാകുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണമുണ്ടെന്നോ വസ്ത്രമുണ്ടോന്നോ അല്ലെങ്കിൽ അവളുടെ ആവശ്യങ്ങൾ നടത്തണമെന്നോ ഒന്നും യാതൊരു ചിന്തകളുമില്ല. എപ്പോഴും ലഹരിക്ക് വേണ്ടി. പാപത്തിൻ്റെ വഴികളിലെ സഞ്ചാരങ്ങൾ അവസാനിപ്പിച്ച് ദൈവം തനിക്ക് നൽകിയ ദർശനപ്രകാരം നിരവധിയായ ദൈവിക ശുശ്രൂഷകളിൽ സജീവമാണ് ഇന്ന് സുവിശേഷകൻ സാബു അഞ്ചൽ. ലഹരിക്കടിമപ്പെട്ട് ഭ്രാന്തമായ ജീവിതാവസ്ഥകളിൽ നടന്ന ഭൂതകാലങ്ങളെപ്പറ്റി, വർത്തമാനകാലത്ത് ലഹരിക്കടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്നവരോട് സ്വന്തം ജീവിതത്തിലെ തീക്ഷ്ണമായ അനുഭവങ്ങൾ ഓർമ്മിപ്പിച്ചും പങ്കുവച്ചും ഈ കാലം ദൈവം തനിക്ക് നൽകിയ വിടുതലിൻ്റെ സാക്ഷ്യവും പങ്കുവച്ച് തൻ്റെ സുവിശേഷ ജീവിതം തുടരുകയാണ് സാബു അഞ്ചൽ. കുറ്റവാളിയെന്നും മദ്യപാനിയെന്നും ലഹരിക്കടിമപ്പെട്ടവനെന്നും ഒരു കാലം മുദ്രയേൽക്കേണ്ടി വരുന്ന ഓരോ ജീവിതങ്ങൾക്കും മരണകാലം വരെ ആ മുദ്രവേറി ജീവിക്കേണ്ടി വരുന്ന നിസ്സഹായമായ ജീവിതാവസ്ഥകളിലും കർത്താവിനു വേണ്ടി തീക്ഷ്ണമായി പ്രവർത്തിക്കുവാൻ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾക്കിടയിലും സാബു അഞ്ചൽ എന്ന സുവിശേഷകൻ ഒറ്റയാൾ പോരാളിയായി തൻ്റെ ജീവിതം തുടരുകയാണ്. അങ്ങനെ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, നമ്മളെ ആരും സഹായിക്കാനില്ല. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, നമ്മളെ ഇനി ആരും സഹായിക്കാനില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാം. ഈ 2 സൈഡിലൂടെ കണ്ണുനീരൊലിച്ചിട്ട് ഒരു നിസ്സഹായ അവസ്ഥയിൽ നമ്മളിനി ഒരുപക്ഷെ എന്ത് ചെയ്യും എന്നുള്ള അർത്ഥത്തോടു കൂടി എന്നെ നോക്കുകയാണ്. ഞാൻ ആ കട്ടിലിൻ്റെ സൈഡിൽ തളർന്നിരുന്നിട്ട് ഞാൻ ഉള്ളുകൊണ്ടിങ്ങനെ പറയാണ്, അയ്യോ, ഈ ലോകത്തിലെ ഈ കഷ്ടപ്പാടിന് നടുവിൽ, ഈ പുഴുവരിച്ചൊരനുഭവത്തിൽ, ഈ നാറ്റം വെച്ചൊരനുഭവത്തിൽ, എല്ലാവരും തള്ളിക്കളഞ്ഞൊരനുഭവത്തിൽ, ഒന്ന് മരിച്ച് രക്ഷപ്പെടുവാൻ ആഗ്രഹിച്ചിട്ട് കഴിയാത്ത ഒരു അനുഭവത്തിലാണല്ലോ ഞാനെന്ന് പറഞ്ഞിങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ഏകദേശം 4 മണി സമയമാണ്. ഈ സമയത്ത് പാസ് ഇല്ലാതെ രോഗികൾക്ക് അകത്ത് കയറാം. ആ സമയം സന്ദർശന സമയമുള്ള സമയമാണ്. ഈ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ആ ഗവൺമെൻറ് ആശുപത്രിക്കകത്ത് ഈ രോഗികളുടെ ഈ 2ാമത്തെ നിലയിലെ സ്ത്രീകളുടെ വാർഡിൽ, അതായത് നാറ്റമെന്ന് കാരണം ഇവളെ പുറത്താക്കി എന്ന് പറയുന്ന ആ വാർഡിൽ ഒരു വലിയ അനക്കവും ബഹളവും കേൾക്കുന്നു. ഞാനിങ്ങനെ ചെന്ന് നോക്കുമ്പോൾ കുറേ പാസ്റ്റർമാരിങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിങ്ങനെ വരികയാണ്. ആ പ്രാർത്ഥിച്ച് വരുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരാളെ നല്ല പരിചയം. അപ്പോൾ ഞാൻ ആ മനുഷ്യനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് എവിടെയോ കണ്ട് നല്ല ഓർമ്മ. ഞാനിതിങ്ങനെ ഓർക്കാൻ ഇങ്ങനെ ശ്രമിക്കുകയാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായി, ഈ മനുഷ്യനെയാണ് ചില നാളുകൾക്ക് മുമ്പേ ഇതേ ഗവൺമെൻറ് ആശുപത്രിയുടെ മുമ്പിൽ എൻ്റെ ഭാര്യയുടെ പ്രഗ്നൻസി റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് സുവിശേഷം പറഞ്ഞ, അല്ലെങ്കിൽ ദൈവത്തെ മറന്നുപോകുന്നവരെ ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ലെന്ന് ഇവിടെ നിന്ന് പരസ്യമായി പ്രസംഗിച്ച മനുഷ്യനല്ലേ ഇത്? ഇദ്ദേഹത്തെ അല്ലേ ഞാൻ ഉപദ്രവിച്ചത്? ഇദ്ദേഹത്തിൻ്റെ വേദപുസ്തകമല്ലേ ഞാൻ വലിച്ചു കീറിയത് എന്നൊരു ഓർമ്മ പെട്ടെന്ന് എനിക്കുണ്ടായി. ഞാൻ ഓടി ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിത്തരൂ. നമ്മുടെ അന്നേരത്തെ അവസ്ഥ അതാണ്. ഒരു നേരത്തെ ആഹാരം വാങ്ങിത്തരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയില്ല, രക്ഷയെക്കുറിച്ച് അറിയത്തില്ല, യേശുക്രിസ്തുവിൻ്റെ സൗഖ്യമുണ്ടാകുമോ എന്നറിയില്ല. അങ്ങനെ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്നെ ചേർത്ത് പിടിച്ചു. എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, എങ്ങനെ ആ മനുഷ്യൻ എന്നെ സ്നേഹിക്കാൻ പറ്റും, എന്നെ ചേർത്ത് പിടിക്കാൻ കഴിയും. ഞാൻ ഉപദ്രവിച്ച പാടുകൾ പോലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മാഞ്ഞിട്ടില്ല, ആ വേദന പോലും ശരീരം വിട്ടു പോയിട്ടില്ല. പക്ഷേ ആ മനുഷ്യൻ എന്നെ ചേർത്ത് പിടിച്ചു. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ പക്കൽ ഏൽപ്പിച്ച നീല കളറുള്ള പുസ്തകം ഞാൻ തുറന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്, അനേക വർഷമായ രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ യേശുവിനെ കാണുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു, യേശുവിൻ്റെ അടുക്കൽ വരുന്നു, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുന്നു, ക്ഷണത്തിൽ അവൾ സൗഖ്യം പ്രാപിക്കുന്നു. ഇത് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. കഥാപുസ്തകം വായിക്കുന്ന രാഘവത്തോടെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഉള്ളു മുഴുവൻ പുഴുവരിച്ചു പോയവൾ, നാറ്റമായി പോയവൾ, 2 മാസം പ്രഗ്നൻസി ആയിരിക്കുന്നവൾ, ആ തലമുറ പുഴുവരിച്ച് നാറ്റമായി, ഉള്ളു മുഴുവൻ വാട സഹിക്കാൻ പോയി നടക്കുന്നവൾ, അവളിങ്ങനെ പറഞ്ഞു, ഇത് സത്യമാണെങ്കിൽ എന്നെ കൂടെ സൗഖ്യമാക്കണമേ. അണ്ണൻ ആ വേദപുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ്റിൽ വലിയൊരു ചൂടിറങ്ങി. ആ ചൂട് എന്നെ നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. അത് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന്. പറയട്ടെ പ്രിയമുള്ളവരെ, 2 മാസം പ്രായമായ പുഴുവരിച്ച കുഞ്ഞുമായി, നാറ്റം വെച്ച കുഞ്ഞുമായി പുനലൂർ ഗവൺമെൻറ് ആശുപത്രിയുടെ അഴുക്ക് ചാലിലുള്ള സ്ഥലത്ത് സ്ക്രീൻ മറച്ച് കിടക്കുന്ന സമയത്ത് ഒരു വേദപുസ്തകവുമായി ഞാൻ തല്ലിയ ദേവദാസൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ വേദപുസ്തകം വായിക്കുകയും ആ വേദപുസ്തകം എൻ്റെ ഹൃദയത്തിനകത്തേക്ക് വന്നപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് ആ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. പറയട്ടെ, പുഴുവരിച്ചു പോയവൾ, 2 മാസം പ്രായമായപ്പോൾ അഴുകിപ്പോയവൾ, നാറ്റമായി പോയവൾ, ഇന്ന് 20ാമത്തെ വയസ്സിൽ ഷേഖ എന്ന പേരിൽ നേഴ്സിംഗിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയായി സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകുവാൻ തക്കവണ്ണമിടെ. പൂർവകാലത്തിൻ്റെ അന്ധകാര ബന്ധനങ്ങളുടെ തടവറകളിൽ നിന്നും ക്രിസ്തു സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജീവിതത്തിൻ്റെ പാപഭംഗിലമായ അവസ്ഥകളിൽ നിന്നും തൻ്റെ ജീവിതം സ്വതന്ത്രമാക്കിയ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷം സമകാലിക സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം തുടരുകയാണ് സുവിശേഷകൻ സാബു അഞ്ചൽ. ഒരു തലമുറ പോലും നിനക്ക് നൽകത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് 4 തലമുറകളെ പിശാച് കൊന്നുകളഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഉദരത്തിൽ വ്യാപരിച്ചപ്പോൾ ഇന്നെനിക്ക് 3 തലമുറകളെ സ്വർഗത്തിലെ ദൈവം തന്നു. 2 പെൺകുട്ടിയും 1 ആൺകുട്ടിയുമായി ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത് ആ യേശുക്രിസ്തുവിൻ്റെ നാമവുമായി പുനലൂർ പട്ടണത്തിൽ നിന്ന് പ്രസംഗിച്ച ദൈവദാസനാണ്. ആ ദൈവദാസൻ പ്രസംഗിച്ച ആ ദൈവത്തെ അന്ന് ദുഷിക്കുകയും പഴിക്കുകയും ദൈവദാസനെ ഉപദ്രവിക്കുകയും ചെയ്ത ഞാൻ പിന്നത്തേതിൽ അതേ ദൈവദാസനിലൂടെ രക്ഷിക്കപ്പെടുവാനും മാനസാന്തരപ്പെടുവാനും യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാനും ആ രക്ഷയുടെ അനുഭവം സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും തക്കവണ്ണമിടയായി. ഇന്ന് ഇത്രയും വർഷമായി 20 വർഷത്തിലേറെ കർത്താവിന് വേണ്ടി നിലനിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ തക്കവണ്ണമിടയായിത്തീരുന്നു. ശത്രുക്കളായി മാറിയ ബന്ധുക്കളെല്ലാം എൻ്റെ മിത്രങ്ങളായി, എന്നെ ഒരു തരത്തിലും കണ്ടാൽ വഴിയിൽ വെച്ച് പോലും കണ്ടാൽ മിണ്ടാത്ത ആൾക്കാരെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരായി. ഒരു നേരമെങ്കിലും ഞങ്ങളുടെ വീട്ടിലൊന്ന് വന്നിട്ട് പോകണം, നിനക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന തരത്തിൽ എൻ്റെ ബന്ധുക്കളെല്ലാവരും മാറി. എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരും യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിനെ ദൈവമായി സ്വീകരിച്ചുകൊണ്ട് ഇന്ന് കുടുംബമായി ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നു. പ്രായ വ്യത്യാസമന്നെ, പുരുഷ സ്ത്രീ വ്യത്യാസമന്നെ, എല്ലാവരും ലഹരിക്ക് അടിമയാണ്. ഈ ലഹരി
നിങ്ങൾക്ക് ഈ ലോകത്തിൽ യാതൊരു വിധമാകുന്ന സന്തോഷമോ സമാധാനമോ തരത്തില്ല. ഈ ലഹരി എനിക്ക് തന്ന സമ്മാനം എന്ന് പറയുന്നത് എൻ്റെ ബന്ധുക്കളിൽ നിന്ന്, എൻ്റെ അമ്മയപ്പന്മാരിൽ നിന്ന് എന്നെ ആദ്യമായി അകറ്റി. പിന്നെ എനിക്ക് ലഹരി തന്ന സമ്മാനം എനിക്ക് 22 കേസുകളിലെ പ്രതിയാക്കി മാറ്റി. പിന്നെ എനിക്ക് ലഹരി തന്ന സമ്മാനം എന്നെ രോഗിയാക്കി മാറ്റി, എന്നെ ക്യാൻസർ പേഷ്യൻ്റാക്കി മാറ്റി. എന്ന് വേണ്ട, ഈ ലോകത്തിൽ എന്തെല്ലാം പീഡനങ്ങൾ അനുഭവിക്കാൻ കഴിയുമോ അതെല്ലാം സമ്മാനമായി ലഹരി എനിക്ക് നൽകി. അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ, ആ അനുഭവത്തിൽ പറയട്ടെ, ലഹരിക്ക് നിങ്ങളെ സമാധാനം നൽകുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തുവാൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുന്നു, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റു യാതൊന്നുമില്ല. അതുകൊണ്ട് ഈ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് നിത്യരാജ്യത്തിന് അവകാശിയായി തീർന്നുകൊണ്ട് സമാധാനം, സന്തോഷം കണ്ടെത്തി ജീവിപ്പാൻ നിങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിൽ ബന്ധിക്കപ്പെട്ട നിരവധിയായ ജീവിത പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും കടന്നുവന്ന വിശ്വാസത്താൽ പ്രതികൂലങ്ങളുടെ വേലിക്കെട്ടുകൾ തകർത്ത് ഇന്നും സുവിശേഷത്തിൻ്റെ വയലുകളിൽ ധീരതയോടെ പോരാടുന്ന സുവിശേഷകൻ സാബു അഞ്ചലിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മനസ്സാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം മറ്റൊരു വ്യക്തിയുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം.